ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു ഭക്തി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? സൗത്ത് ഇന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിലാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഭക്തി മൂവ്മെന്റ് എമേർജ്ഡ് അറ്റ് ഫസ്റ്റ് ഇൻ തമിഴ്നാടു. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ആൾവാർമാരെ, നായനാർമാരെ, അതേപോലെ വീരശൈവ മൂവ്മെന്റ്, ബസവണ്ണ, അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ, വചന സാഹിത്യം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ, ആ ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ദി ഭക്തി മൂവ്മെന്റ് വിച്ച് ഹാഡ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ തമിഴ്നാടു ലേറ്റർ സ്പ്രെഡ് ടു നോർത്ത് ഇന്ത്യ. തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുള്ള ഭക്തി പ്രസ്ഥാനം പിന്നീട് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക്, ഉത്തരേന്ത്യയിലേക്കൊക്കെ വ്യാപിച്ചു. അവിടെ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് ആരെയാണ്? കബീർ എന്ന് പറയുന്ന വ്യക്തിയാണ്. കബീർ. ഓക്കെ, കബീറിനെ കുറിച്ച് നമ്മളിവിടെ പറയാണ്. ആരാണ് കബീർ? ഈ ഭക്തി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കബീറിന്റെ പ്രാധാന്യം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. God is called by many names: Allah, Ram, Kareem, Keshav, Hari and Hazrat. Gold may be shaped into rings and bangles. Isn't it gold all the same? Distinctions are only in the words we invent. Okay, എന്താ ഇവിടെ പറയുന്നത്? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഗോഡ് ഈസ് കോൾഡ് ബൈ മെനി നെയിംസ്. പല പേരുകളിൽ, പല നാമത്തിൽ ദൈവം അറിയപ്പെടുന്നുണ്ട്. അള്ളാഹ്, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്, അങ്ങനെ പല പേരുകളിൽ ദൈവം അറിയപ്പെടുന്നുണ്ട്, ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. ഈ സ്വർണം നമുക്കറിയാം, ഗോൾഡ് മേ ബി ഷേപ്ഡ് ഇൻ ടു റിങ്സ് ആൻഡ് ബാംഗിൾസ്. ഇസന്റ് ഇറ്റ് ഗോൾഡ് ഓൾ ദി സെയിം? സ്വർണം നമുക്ക് എന്ത് ചെയ്യാം? അത് മോതിരമാക്കി മാറ്റാം, വളയാക്കി മാറ്റാം, അല്ലെ? ഏത് രൂപത്തിലും നമുക്ക് സ്വർണം മാറ്റിയെടുക്കാം. പക്ഷെ എല്ലാം എന്ത് തന്നെയാണ്? എല്ലാം സ്വർണം തന്നെയാണ്. പല രൂപത്തിലാണെങ്കിലും ഒക്കെ എന്താണ്? ഒക്കെ ഗോൾഡ് തന്നെയാണ്. ഡിസ്റ്റിങ്ഷൻസ് ആർ ഓൺലി ഇൻ ദി വേർഡ്സ് വി ഇൻവെന്റ്. ഓക്കെ, അപ്പൊ വ്യത്യാസം എന്തിലേ ഉള്ളൂ? നാം ഉപയോഗിക്കുന്ന വാക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ അർത്ഥം. ഓക്കെ, എ പാർട്ട് ഓഫ് ദോഹ, എ പാർട്ട് ഓഫ് ദി ദോഹ. ദോഹ എന്ന് പറഞ്ഞാൽ ദ മീനിങ്ഫുൾ കപ്ലെറ്റ്സ് ഓഫ് കബീർ, who was an important figure in the Bhakti movement is given above. ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ കവിയായിരുന്നു ആര്? കബീർ എന്ന് പറയുന്ന വ്യക്തി. ഭക്തി പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖനായിരുന്ന വ്യക്തിയാണ് കബീർ. അദ്ദേഹത്തിന്റെ ദോഹയിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദോഹ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മീനിങ്ഫുൾ കപ്ലെറ്റ്സ്, അതായത് അർത്ഥവത്തായിട്ടുള്ള ഈരടികൾ, രണ്ടുപേരി ആ രൂപത്തിലുള്ള എഴുത്തിനെയാണ് നമ്മൾ ദോഹ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കബീറിന്റെ എഴുത്തുകൾ അങ്ങനെയായിരുന്നു, ദോഹ. അപ്പൊ ദോഹ എന്ന് കാണുമ്പോൾ തന്നെ ഓർക്കുക, അത് കബീറുമായി റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ദോഹ മീൻസ് മീനിങ്ഫുൾ കപ്ലെറ്റ്സ്, അതായത് അർത്ഥവത്തായിട്ടുള്ള ഈരടികൾ. ഈരടി എന്ന് പറഞ്ഞാൽ രണ്ടുപേരി എന്നുള്ള രൂപത്തിൽ എഴുതുക. അപ്പൊ അദ്ദേഹത്തിന്റെ ദോഹയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചത്. ഓക്കെ, അപ്പൊ കബീർ ആരാണ്? ഭക്തി പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. നമുക്ക് നോക്കാം. He reminds that the Hindus and the Muslim are two wares made out of the same soil. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ഇവിടെ പറയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഓക്കെ ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള രണ്ട് വ്യത്യസ്ത പാത്രങ്ങളാണ്. ഓക്കെ, മണ്ണ് കൊണ്ട് നമുക്ക് പല രൂപത്തിലെ പാത്രങ്ങൾ ഉണ്ടാക്കാമല്ലോ. അപ്പൊ അതുപോലെ റിമൈൻഡ് ദാറ്റ് ഹിന്ദു ആൻഡ് മുസ്ലിം ആർ ടു വെയേഴ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ദി സെയിം സോയിൽ. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, ആൻഡ് ഹി ട്രൈ ടു പ്രൊമോട്ട് ബ്രദർഹുഡ് ബിറ്റ്വീൻ ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. ഇങ്ങനെയുള്ള വാക്കുകളിലൂടെയൊക്കെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ സാഹോദര്യ ബന്ധം വളർത്തുക എന്നതാണ്. Okay, he tried to promote brotherhood between Hinduism and Islam. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ സാഹോദര്യ ബന്ധം വളർത്താനാണ്, ഊട്ടിയുറപ്പിക്കാനാണ് ആര് ശ്രമിച്ചിട്ടുള്ളത്? കബീർ ശ്രമിച്ചിട്ടുള്ളത്. The aim of Kabir was to propagate a religion of love, uniting people of all castes and religion. അദ്ദേഹത്തിന്റെ ഒരു എയിം എന്താണെന്ന് ഇവിടെ പറയാണ്. എന്താ എയിം? ടു പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ. എങ്ങനത്തെ റിലീജിയൻ? ടു പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ of love, uniting people of all castes and religion. Okay, ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ടു പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു മതം പ്രചരിപ്പിക്കുക. എന്ത് റിലീജിയനാ? എ റിലീജിയൻ ഓഫ് ലവ്, സ്നേഹത്തിന്റെ മതം പ്രചരിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം.
ഓക്കെ, എല്ലാ ജാതിക്കാരെയും എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒക്കെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിന്റെ മതം പ്രചരിപ്പിക്കുക. റിലീജിയൻ ഓഫ് ലവ്, പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഓഫ് ലവ്, യുണൈറ്റിംഗ് പീപ്പിൾ ഓഫ് ഓൾ കാസ്റ്റ് ആൻഡ് റിലീജിയൻ. എല്ലാ മതത്തിലും പെട്ട എല്ലാ ജാതിയിലും പെട്ട ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന സ്നേഹത്തിന്റെ മതം പ്രചരിപ്പിക്കലായിരുന്നു കബീറിന്റെ ലക്ഷ്യം. ഒരു നല്ല ആശയമാണ്. He strongly opposed all discriminations on the basis of caste, religion, class, family and wealth. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെയുള്ള വിവേചനങ്ങളെ? കാസ്റ്റിന്റെ ബേസിലുള്ള. ഓക്കെ, he strongly opposed discriminations on the basis of caste, റിലിജിയൻ, ക്ലാസ്, ഫാമിലി, വെൽത്ത്, അല്ലെ, കുടുംബത്തിന്റെ, സമ്പത്തിന്റെ, വർഗത്തിന്റെ, മതത്തിന്റെ, ജാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ഡിസ്ക്രിമിനേഷൻസിനെയും എല്ലാ വിവേചനങ്ങളെയും അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. And he focused on the unity of humanity and vehemently opposed caste system and untouchability. He focused on the unity of humanity. അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനാ? മാനവിക ഐക്യത്തിനാണ്. യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റി. മാനവിക ഐക്യം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള ഐക്യം, അവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ അതിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആൻഡ് വെഹിമെന്റ്ലി ഓപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺടച്ചബിലിറ്റി. ജാതി സമ്പ്രദായത്തെയും, ഓക്കെ, വെഹിമെന്റ്ലി ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺടച്ചബിലിറ്റി, ജാതി സമ്പ്രദായത്തെയും തൊട്ടുകൂടായ്മയെയും ഒക്കെ അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് എതിർക്കുകയും ചെയ്തു. തൊട്ടുകൂടായ്മ നമുക്കറിയാം, വിവിധ ജാതിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ പരസ്പരം കണ്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെ? അൺടച്ചബിലിറ്റി, അൺഅപ്രോച്ചബിലിറ്റി. ഉയർന്ന ജാതിയിൽപ്പെട്ടവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെ തൊട്ടുപോയാൽ അല്ലെങ്കിൽ തിരിച്ചു തൊട്ടുപോയാൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവന് അശുദ്ധിയായി, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അതിശക്തമായിട്ട് എതിർത്ത വ്യക്തിയാണ് ആര്? കബീർ. ഹി റിജക്റ്റഡ് ഐഡൽ വർഷിപ്പ്. ശ്രദ്ധിക്കണം, അദ്ദേഹം എന്തിനെ എതിർത്തു? ഐഡൽ വർഷിപ്പ്, ബിംബാരാധന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ അദ്ദേഹം എതിർത്തു. അതേപോലെ തന്നെ എന്തിനേയും എതിർത്തു? പിൽഗ്രിമേജസ് ആൻഡ് ബാത്ത്സ് ഇൻ ഹോളി റിവേഴ്സ്. എന്തിനൊക്കെ എതിർത്തത്? ഐഡൽ വർഷിപ്പ്, ബിംബാരാധന അഥവാ വിഗ്രഹാരാധന. പിൽഗ്രിമേജ് ആൻഡ് ബാത്ത്സ് ഇൻ ഹോളി റിവേഴ്സ്, അതായത് തീർത്ഥാടനം, പുണ്യനദീ സ്നാനം എന്ന് പറയും. അതായത് ചില പുണ്യനദികളിൽ, ചില മതവിശ്വാസ പ്രകാരം ചില നദികളെ പുണ്യനദികളായിട്ട് ചിലർ കണക്കാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നദികളിൽ സ്നാനം ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് കുളിച്ച് ഒരു മുങ്ങി എഴുന്നേറ്റാൽ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. അതിനെയെല്ലാം ആര് എതിർത്തു? ഈ കബീർ എതിർത്തു. സോ ഹി റിജക്റ്റഡ് ഐഡൽ വർഷിപ്പ്, പിൽഗ്രിമേജസ് ആൻഡ് ബാത്ത്സ് ഇൻ ഹോളി റിവേഴ്സ്. ഓക്കെ, ബാത്ത്സ് ഇൻ ഹോളി റിവേഴ്സ്. He was not in favor of forsaking family life for accepting sainthood. കുറെ ആളുകളുണ്ട് ആത്മീയത കൂടി സ്വന്തം കുടുംബം ഉപേക്ഷിച്ചുകൊണ്ട് ഭക്തിയിലേക്ക് തിരിയുന്ന, അല്ലെ, പ്രാർത്ഥനയിലേക്കും അങ്ങനെയുള്ള ആ ഒരു മേഖലയിലേക്ക്, ആ ഒരു രംഗത്തേക്ക് തിരിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം ഒന്നും ചെയ്യാതെ. അങ്ങനത്തെ കാര്യത്തെ ആരെ എതിർക്കുന്നുണ്ട്? കബീർ എതിർക്കുക. ഹി വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ഫോർസേക്കിംഗ് ഫാമിലി ലൈഫ് ഓഫ് ആക്സെപ്റ്റിംഗ് സെയിന്റ്ഹുഡ്. അതായത് സന്യാസം സ്വീകരിക്കാൻ വേണ്ടി, സെയിന്റ്ഹുഡ് എന്ന് പറയുമ്പോൾ സന്യാസമാണ്, സന്യാസമാണ്, സന്യാസി, സന്യാസം. ഓക്കെ, സെയിന്റ് എന്ന് പറഞ്ഞാൽ സന്യാസി നമുക്ക് പറയാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സെയിന്റ്ഹുഡ് സ്വീകരിക്കാൻ, സന്യാസം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബ ജീവിതം ഉപേക്ഷിക്കുന്നതിനോട് ആർക്ക് താല്പര്യമില്ല? ആര് യോജിക്കുന്നില്ല? കബീർ യോജിക്കുന്നില്ല. ഓക്കെ, ഹി വാസ് not in favor of forsaking family life. കുടുംബ ജീവിതം ഉപേക്ഷിക്കുന്നതിനോട് ആർക്ക് താല്പര്യമില്ല? കബീറിന് താല്പര്യമില്ല. എങ്ങനെ? ഫോർ ആക്സെപ്റ്റിംഗ് സെയിന്റ്ഹുഡ്. ഓക്കെ, സെയിന്റ്ഹുഡ്, സന്യാസം സ്വീകരിക്കാൻ വേണ്ടി കുടുംബത്തെ ഉപേക്ഷിക്കുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല, അദ്ദേഹം യോജിക്കുന്നില്ല. The ideas of Kabir developed through discussions and deliberations on the basis of Bhakti Sufi traditions. ഈ കബീറിന്റെ ആശയങ്ങൾ, ഓക്കെ, കബീറിന്റെ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? എങ്ങനെയാണ് വികാസം പ്രാപിച്ചത്? സൂഫി ഭക്തി പാരമ്പര്യങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സംവാദത്തിന്റെയും ചർച്ചയുടെയും ഒക്കെ ഫലമായിട്ടാണ് കബീറിന്റെ ആശയങ്ങൾ വികാസം പ്രാപിച്ചത്. ഓക്കെ, ഹിസ് ഐഡിയാസ് developed through discussions and deliberations on the basis of Bhakti Sufi traditions. ഭക്തി സൂഫി പാരമ്പര്യങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടത്തുക. അതിന്റെ ഫലമായിട്ടാണ് കബീറിന്റെ ആശയങ്ങൾ രൂപീകരിക്കപ്പെട്ടുള്ളത്. അതായത് കബീറിന്റെ ആശയങ്ങൾ നമുക്ക് എന്തൊക്കെ കാണാം? സൂഫി മൂവ്മെന്റിന്റെ
എലമെന്റ്സ് കാണാൻ പറ്റും, ഭക്തി മൂവ്മെന്റിന്റെ എലമെന്റ്സും കാണാൻ പറ്റും. ഭക്തി പ്രസ്ഥാനത്തിന്റെയും സൂഫി പ്രസ്ഥാനത്തിന്റെയും ഒക്കെ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് കബീറിന്റെ ആശയങ്ങളിൽ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറെ കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. നല്ല നല്ല ആശയങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കബീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു വ്യക്തിയെ ഇവിടെ കാണാം, ഗുരു നാനാക്ക്. ഗുരു നാനാക്ക് ആരാണ്? ഗുരു നാനാക്ക് നോക്കാം. ഗുരു നാനാക്ക് വാസ് അനദർ പ്രിസെപ്റ്റർ ഹു ഫോക്കസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് മൊണോത്തീസം. അദ്ദേഹവും കബീറിനെ പോലെ തന്നെ എന്തിന് പ്രാധാന്യം കൊടുത്ത ആളാ? ഏകദൈവ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്ത ആളാ. ഐഡിയ ഓഫ് മൊണോത്തീസം. മൊണോത്തീസം, മൊണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്നാണല്ലോ. മൊണോത്തീസം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്. പോളിത്തീസം എന്നാണെങ്കിൽ ബഹുദൈവ ആരാധനയാണ്, ബഹുദൈവ വിശ്വാസം. അപ്പൊ ഗുരു നാനാക്ക് ഫോക്കസ് ചെയ്ത് എന്തിലാണ്? ഐഡിയ ഓഫ് മൊണോത്തീസം, ഏകദൈവ വിശ്വാസത്തിനാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്, പ്രാധാന്യം നൽകിയത്. ആൻഡ് ഹി ട്രൈ ടു കമ്പൈൻ ദി ഐഡിയാസ് ഓഫ് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം. ഹിന്ദു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ആശയങ്ങളെ, തത്വങ്ങളെ കമ്പൈൻ ചെയ്യാൻ, ഏകീകരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ആര്? ഗുരു നാനാക്ക്. ഓക്കെ, ഹിന്ദു മതത്തിന്റെ ആശയങ്ങളും ഇസ്ലാം മതത്തിന്റെ ആശയങ്ങളും രണ്ടും കമ്പൈൻ ചെയ്യാൻ ശ്രമിച്ച, ഏകീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗുരു നാനാക്ക് എന്ന് മനസ്സിലാക്കുക. He was a spokesman of the ideals of religious tolerance and universal brotherhood. റിലീജിയസ് ടോളറൻസ്, യൂണിവേഴ്സൽ ബ്രദർഹുഡ്. എന്താ അതിന്റെ അർത്ഥം? റിലീജിയസ് ടോളറൻസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മത സഹിഷ്ണുത എന്ന് പറയാം. അതേപോലെ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്താ? യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സാർവത്രിക സാഹോദര്യം, ലോകത്തുള്ള എല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. റിലീജിയസ് ടോളറൻസ് എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും പരസ്പരം സഹകരിച്ചും പരസ്പരം ബഹുമാനിച്ചും മുന്നോട്ട് പോവുക, അതാണെന്ത്? മതസഹിഷ്ണുത. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട വ്യക്തി കൂടിയായിരുന്നു ആര്? ഗുരു നാനാക്ക്. He was a spokesman of the ideals of religious tolerance and universal brotherhood. He opposed the rituals of both Hinduism and Islam. അദ്ദേഹം അതേ സമയത്ത് ഹിന്ദു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും നല്ല ആശയങ്ങളെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. അതേപോലെ തന്നെ he opposed the rituals of both Hinduism and Islam. അതായത് ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലൊക്കെയുള്ള പല അനുഷ്ഠാനങ്ങളെയും, പല റിച്വൽസിനെയും, പല അനുഷ്ഠാനങ്ങളെയും അദ്ദേഹം എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. He said that one has to maintain purity in character and behavior to reach God. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഓരോരുത്തരും എന്ത് ചെയ്യണം? One has to maintain purity in character and behavior. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ശുദ്ധി വരുത്തണം. നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്വഭാവത്തിലൊക്കെ നമുക്കൊരു എന്ത് വേണം? നമുക്കൊരു ശുദ്ധി വേണം, ഒരു പ്യൂരിറ്റി വേണം. എന്തിന്? ടു റീച്ച് ഗോഡ്, ദൈവത്തിലേക്ക് എത്താൻ, ദൈവത്തിലേക്ക് അടുക്കാൻ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ പെരുമാറ്റത്തിലുമൊക്കെ ഒരു പരിശുദ്ധി വേണം, ഒരു പ്യൂരിറ്റി വേണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. He vehemently opposed idol worship and pilgrimage. കബീറിനെ പോലെ തന്നെ ഇദ്ദേഹവും ഗുരു നാനാക്കും എന്തിനെ എതിർത്തിട്ടുണ്ട്? ഐഡൽ വർഷിപ്പിന്, വിഗ്രഹാരാധനയെ എതിർത്തിട്ടുണ്ട്. ആൻഡ് പിൽഗ്രിമേജസ്, തീർത്ഥാടനം. ഓക്കെ, പല സ്ഥലങ്ങളിലും തീർത്ഥാടനം പോവാറുണ്ട്, എല്ലാ മതത്തിലും ഉണ്ടാവും. അങ്ങനെയുള്ള തീർത്ഥാടനങ്ങളെയും അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, തീർത്ഥാടനത്തെ എതിർത്തു നമ്മൾ പറഞ്ഞു. ഈ ഗുരു നാനാക്കിന്റെ ആശയങ്ങളാണ് പിന്നീട് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്. ഓക്കെ, സിഖ് മതം ഉണ്ടാവുന്നത് ഇദ്ദേഹം ഉണ്ടാക്കിയതല്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്. ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പെട്ട ഒന്ന് ഈ സിഖ് മതത്തിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്. പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം. ഓക്കെ, സിഖ് മതത്തിന്റെ ലോകത്തിൽ തന്നെ അറിയപ്പെട്ടിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ തീർത്ഥാടനത്തെ എതിർത്ത വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ, അദ്ദേഹത്തിന്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു മതം, അതിന്റെ ഭാഗമായിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി. ചില വിരോധാഭാസങ്ങളാണ്, ചില ഐറണികളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതേപോലെ ബുദ്ധൻ, അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സാന്ദർഭികമായിട്ട് പറയാണ്, വിഗ്രഹാരാധനയെ എതിർത്ത, ബിംബാരാധനയെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീബുദ്ധൻ. എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമകളൊക്കെ ബുദ്ധന്റെ പേരിലുള്ള ബുദ്ധ പ്രതിമകളാണ്. ഒരുപാട് പ്രതിമകൾ, ബുദ്ധ പ്രതിമകൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്, വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ
അതും മറ്റൊരു വിരോധാഭാസമാണ്, അല്ലെ? അപ്പോൾ അവർ അതിനെ എതിർത്തു, പക്ഷെ അവരുടെ അനുയായികൾ ആ എതിർത്ത ആളുകളുടെ തന്നെ ബിംബമുണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. എനിവേ പോട്ടെ, കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുകളയാം. സോ Guru Nanak opposed idol worship and pilgrimages. He promoted a middle path which permitted spiritual life along with the responsibilities of a household. നമ്മൾ നേരത്തെ കബീറിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞിരുന്നത്? അദ്ദേഹം പറഞ്ഞു, പിന്നെ കുടുംബജീവിതം ഒഴിവാക്കിക്കൊണ്ട് സന്യാസം സ്വീകരിക്കുന്നതിനെ അദ്ദേഹം ഫേവർ ചെയ്തില്ല, അതിനോട് അദ്ദേഹം അനുകൂലിച്ചില്ല. കുടുംബജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് മതി എന്ത് സന്യാസം, അങ്ങനെ ഒരു കൺസെപ്റ്റാ. അതേപോലെ തന്നെ ഗുരു നാനാക്കിന്റെ ആശയം എന്താ? ഹി പ്രൊമോട്ടഡ് എ മിഡിൽ പാത്ത്. ഹി പ്രൊമോട്ടഡ് എ മിഡിൽ പാത്ത് which permitted spiritual life along with the responsibilities of a household. രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ജീവിതം, അതായത് ഗൃഹസ്ഥന്റെ ഒരു കുടുംബനാഥന്റെ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമതലകൾ ഉണ്ടാവും. ആ ചുമതലകൾ ആത്മീയ ജീവിതത്തോടൊപ്പം കൊണ്ടുപോകുന്ന ഒരു മിഡിൽ പാത്താണ്, ഒരു മധ്യമാർഗമാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. രണ്ടും വേണം. ഓക്കെ, സ്പിരിച്വൽ ലൈഫും വേണം, അതേപോലെ തന്നെ എന്തും വേണം, നമ്മുടെ സാധാരണയുള്ള ഒരു ഹൗസ് ഹോൾഡർ എന്ന നിലയ്ക്കുള്ള ഒരു കുടുംബനാഥൻ, ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയ്ക്കുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ അതും വേണം. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മിഡിൽ പാത്താണ് ആര് പ്രൊമോട്ട് ചെയ്തത്? ഗുരു നാനാക്ക് പ്രൊമോട്ട് ചെയ്തത്. ദി പ്രയർ സോങ്സ് നോൺ ആസ് ഷാബാദ്, ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന് ചോദിക്കുന്നതാണ്. ദി പ്രയർ സോങ്സ്, പ്രാർത്ഥനാ ഗീതങ്ങൾ, ഓക്കെ, ദി പ്രയർ സോങ്സ് നോൺ ആസ് ഷാബാദ് were the contribution of Nanak. 1 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇവിടെ ഓർത്തു വെക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഷാബാദ് എന്ന് പറഞ്ഞാൽ ഗുരു നാനാക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് മാത്രം ഓർത്തു വെക്കുക. എന്താണ് ഷാബാദ്? പ്രയർ സോങ്സ് ആണ്, പ്രാർത്ഥനാ ഗീതങ്ങളാണ്. ഷാബാദ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ ഈ ഗുരു നാനാക്കിന്റെ സംഭാവനയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഷാബാദ് പ്രയർ സോങ്സ് ആണ്, ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ഗുരു നാനാക്കിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ he strongly opined that all human beings are equal and hence there is no need of caste distinction among them. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ മനുഷ്യരും തുല്യരാണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ എന്തിന്റെ ആവശ്യമില്ല? there is no need of caste discrimination among them. ജനങ്ങൾക്കിടയിൽ ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾക്ക് അടിസ്ഥാനമില്ല. ഓക്കെ, അതായത് അങ്ങനെയുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ, ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളെ കബീറിനെ പോലെ തന്നെ ആരും എതിർത്തിട്ടുണ്ട്? ഗുരു നാനാക്കും എതിർത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഹി ഇൻസ്ട്രക്റ്റഡ് ഹിസ് ഫോളോവേഴ്സ് ടു ഹാവ് ഫുഡ് ഫ്രം ദി കോമൺ കിച്ചൺ, ദാറ്റ് ഈസ് ലങ്കർ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, സിഖ് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം കൂടിയാണ്. ഹി ഇൻസ്ട്രക്റ്റഡ് ഹിസ് ഫോളോവേഴ്സ് ടു ഹാവ് ഫുഡ് ഫ്രം ദി കോമൺ കിച്ചൺ ലങ്കർ. ഒരു പൊതു അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം തന്റെ ഫോളോവേഴ്സിനോട്, തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. എന്തിനാ? അവർക്കിടയിലുള്ള ഐക്യം ശക്തിപ്പെടുത്താനും അവർക്കിടയിലുള്ള വിവേചനങ്ങൾ ഇല്ലാതാക്കാനുമാണ്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അൺടച്ചബിലിറ്റി, അൺഅപ്രോച്ചബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസും ഒരുപാട് വിവേചനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇനീക്വാളിറ്റീസിനെ, വിവേചനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഓക്കെ, സോ ഹി ഇൻസ്ട്രക്റ്റഡ്, ഗുരു നാനാക്ക് ഇൻസ്ട്രക്റ്റഡ് ഹിസ് ഫോളോവേഴ്സ് ടു ഹാവ് ഫുഡ് ഫ്രം ദി കോമൺ കിച്ചൺ, ദാറ്റ് ഈസ് ലങ്കർ. ലങ്കർ എന്നാണ് ആ പൊതു അടുക്കള അറിയപ്പെടുന്നത്. അപ്പൊ ആ പൊതു അടുക്കളയിൽ വെച്ച്, ആ ഒരു പൊതു അടുക്കളയിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് അദ്ദേഹം തന്റെ അനുയായികളോട് നിർദ്ദേശിച്ചു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സിഖ് മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം, അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ, അവിടെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഈ ഒരു പൊതു അടുക്കള കാണാൻ പറ്റും. അവിടെ വിസിറ്റ് ചെയ്യുന്ന ആർക്കും, ഏത് മതമായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, എല്ലാവർക്കും അവിടെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അവർ തന്നെ ഭക്ഷണമൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു രീതി ഗുരു നാനാക്ക് അന്ന് തന്റെ അനുയായികളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു നിർദ്ദേശം ഇപ്പോഴും അവിടെ തുടർന്ന് പോരുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരു നല്ല ആശയമാണ്. എല്ലാവർക്കും, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, എല്ലാവരും ഒരു പൊതു അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഹി ഓൾസോ ഇൻസ്ട്രക്റ്റഡ് ദാറ്റ് ദി പീപ്പിൾ ഫ്രം ഓൾ കാസ്റ്റ്സ് കുഡ് ടേക്ക് ഫുഡ് ഫ്രം ദി ലങ്കർ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. അതായത് ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും എന്ത് ചെയ്യാം? അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. The ideas of Nanak later led to the emergence of Sikhism. ഗുരു നാനാക്കിന്റെ ആശയങ്ങളാണ് പിൽക്കാലത്ത്
സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു അല്ലെങ്കിൽ കാരണമായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാനാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കാനുള്ളത്. ദി ഐഡിയാസ് ഓഫ് നാനാക്ക് ലേറ്റർ ലെഡ് ടു ദി എമർജൻസ് ഓഫ് സിഖിസം. സിഖ് മതത്തിന്റെ ആവിർഭാവത്തിന് കാരണമായത് ഗുരു നാനാക്കിന്റെ ആശയങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രിപ്പയർ എ നോട്ട് ഓൺ ദി ഐഡിയാസ് ഓഫ് ഗുരു നാനാക്ക്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗുരു നാനാക്കുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ നടത്തുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, കബീറിന്റെയും ഗുരു നാനാക്കിന്റെയും ആശയങ്ങളിൽ പല സ്ഥലത്തും ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പല കാര്യങ്ങളിലും അവർ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ചവരാണ്, ഒരേപോലെ സമൂഹത്തിലെ ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടവരാണ്, ചില ഇനീക്വാളിറ്റീസിനെതിരെ ഒരേപോലെ റെസ്പോണ്ട് ചെയ്തവരാണ്. അപ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് കബീറിന്റെയും ഗുരു നാനാക്കിന്റെയും പിന്നെ ഐഡിയാസിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാളുകളെയും നമ്മൾ നോക്കി. ഇനി അടുത്തൊരു ഹെഡിങ് കാണാം, വിമൻ റെപ്രസെന്റേഷൻ ഇൻ ഭക്തി മൂവ്മെന്റ്. ഈ ഭക്തി പ്രസ്ഥാനത്തില് സ്ത്രീകളുടെ സാന്നിധ്യം, വിമൻ റെപ്രസെന്റേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗുരുനാനാക്ക് ആണെങ്കിലും കബീർ ആണെങ്കിലും ഇതൊക്കെ പുരുഷന്മാരാണ്. അപ്പൊ സ്ത്രീകൾ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇടപെടല്, അവരുടെ ഒരു പ്രാതിനിധ്യം, സ്ത്രീ സാന്നിധ്യം എപ്രകാരമായിരുന്നു, സ്ത്രീകളും അതിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മെനി വിമൻ were attracted to the ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് സ്ത്രീകൾ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. പോയറ്റേഴ്സ് മീരാബായി ഓഫ് രാജസ്ഥാൻ വാസ് ഫേമസ് among them. അങ്ങനെയുള്ള ഭക്തി പ്രസ്ഥാനത്തിലെ വനിതകളിൽ, സ്ത്രീ സാന്നിധ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കവിയത്രിയായിട്ടുള്ള, രാജസ്ഥാനിൽ നിന്നുള്ള കവിയത്രിയായിട്ടുള്ള മീരാബായി. ഓക്കെ, രാജസ്ഥാനിലെ കവിയത്രിയായിട്ടുള്ള മീരാബായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷി വാസ് എ ഡിവോട്ടി ഓഫ് കൃഷ്ണ. കൃഷ്ണ ഭഗവാന്റെ ഒരു വലിയ ഭക്തയായിരുന്നു ആര്? മീരാബായി. ഷീ കമ്പോസ്ഡ് എ നമ്പർ ഓഫ് ഭജൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് ഭജൻസ്. ഒരുപാട് ഭജനകൾ. ഭജന എന്ന് പറയുമ്പോൾ എന്താ? ഈ കൃഷ്ണനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഗാനങ്ങളാണ് ഭജന. ഓക്കെ, ഒരുപാട് ഭജനകൾ കമ്പോസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആര്? മീരാബായി. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള പോയറ്റ്സ് ആണ്, കവിയത്രിയാണ് ആര്? മീരാബായി. ഷീ കമ്പോസ്ഡ് എ നമ്പർ ഓഫ് ഭജൻസ്. ധാരാളം ഭജനകൾ അവർ രചിച്ചിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ ഭജന എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഓൾ ദീസ് വർ പ്രയർ സോങ്സ് അഡ്രസ്സിംഗ് ലോർഡ് കൃഷ്ണ. കൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള, അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തി ഗാനങ്ങളാണ് എന്ത്? ഡിവോഷണൽ സോങ്സ് ആണ് എന്ത്? ഈ ഭജന എന്ന് പറയുന്നത്, ഭജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മീരാബായിയുമായി ബന്ധപ്പെട്ടതാണ് ഭജൻസ് എന്ന് ഓർക്കുക. ഞാൻ നേരത്തെ ഗുരു നാനാക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു, ഷാബാദ്. അപ്പൊ ഷാബാദ് കാണുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കുക? അത് ഗുരു നാനാക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. അതേപോലെ തന്നെ പിന്നെ കബീറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇത്, നമ്മൾ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് ദോഹ, മീനിങ് ഫുൾ കപ്ലറ്റ്സ് അല്ലെ, ദോഹ. അപ്പൊ ദോഹ, ഈരടികൾ കബീറുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. അതേപോലെ ഷാബാദ് ആരുമായി ബന്ധപ്പെട്ടതാ? ഗുരു നാനാക്കുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ ഭജൻസ്, എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഭജൻസ് മീരാബായിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഓൾ ദീസ് വർ പ്രയർ സോങ്സ് അഡ്രസ്സിംഗ് ലോർഡ് കൃഷ്ണ. ഭജന എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ എന്താണ്? കൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനാ ഗീതങ്ങളാണ്, ഭക്തി ഗാനങ്ങളാണ് ഭജനകൾ. ദി സോങ്സ് ഓഫ് മീരാബായി ആർ റിസൈറ്റഡ് ബൈ ദി പീപ്പിൾ ഓഫ് ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ ഈവൻ ടുഡേ. ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ഒക്കെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ഈ ഭജനകൾ പാടാറുണ്ട്, ചൊല്ലാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മീരാബായി did not have a band of followers or group of her own. മീരാബായിക്ക് എന്തുണ്ടായിരുന്നില്ല? ഒരു വലിയ അനുയായികളുടെ സംഘമോ വിഭാഗങ്ങളോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പൊന്നും, ഒരു ഫോളോവേഴ്സിന്റെ ഒരു ഗ്രൂപ്പൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ എന്നിട്ടും yet she was considered as a source of inspiration even after centuries. അങ്ങനെയൊക്കെയായിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു പ്രചോദനത്തിന്റെ ഉറവിടമായിട്ട്, സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനത്തിന്റെ ഉറവിടമായിട്ട് ഇപ്പോഴും അവർ നിലകൊള്ളുന്നു. മീരാബായി നിലകൊള്ളുന്നു. അവരുടെ പാട്ടുകളൊക്കെ, അവരുടെ ഭജനകളൊക്കെ ഇപ്പോഴും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെയുള്ള ആളുകൾ ഇപ്പോഴും ആ ഭജനകളൊക്കെ ഉരുവിടുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ അപ്പോൾ മീരാബായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മളിപ്പോൾ പറയുന്നത് എന്താ? ദി വിമൻ റെപ്രസെന്റേഷൻ ആണ്. ഭക്തി മൂവ്മെന്റിലെ വിമൻ റെപ്രസെന്റേഷൻ, സ്ത്രീ സാന്നിധ്യമാണ്. അപ്പൊ അതിലൊരാളെ പറഞ്ഞു, മീരാബായി ഓഫ് രാജസ്ഥാൻ. അവരുടെ ഭജനകളെ നമ്മൾ മെൻഷൻ ചെയ്തു. അതേപോലെ മീരാബായിയെ പോലെ തന്നെ രാജ്യത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലും കുറച്ച് ആളുകൾ, കുറച്ച് വനിതകൾ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ നോക്കുകയാണ്. ബിസൈഡ്സ് മീരാബായി,
the presence of women was visible in the Bhakti movement in different parts of India. ഓക്കെ, ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ പ്രകടമാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സ്ത്രീകൾ ഭക്തി പ്രസ്ഥാനത്തിൽ സജീവ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആളുകളെ പറയുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏതൊക്കെയാണ് ആളുകൾ? ലാൽ ദേദ് ഓഫ് കശ്മീർ, കശ്മീരിൽ നിന്നുള്ള ലാൽ ദേദ്, ഓക്കെ, ഒക്കെ വനിതകളാണ്. അതേപോലെ ബഹിനാബായി ഓഫ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിലെ ബഹിനാബായി. അക്ക മഹാദേവി ഓഫ് കർണാടക, കർണാടകയിലെ അക്ക മഹാദേവി. ആൻഡ് ആണ്ടാൾ ആണ്ടാൾ ആൻഡ് കാരക്കൽ അമ്മയാർ ഓഫ് തമിഴ്നാടു. ആണ്ടാൾ, കാരക്കൽ അമ്മയാർ എന്നിവർ എവിടുന്ന? തമിഴ്നാട്ടിൽ നിന്ന്. ദേ വർ പ്രോമിനന്റ് അമംഗ് ദം. അപ്പൊ മീരാബായിയെ പോലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തിലെ വിമൻ റെപ്രസെന്റേഷൻ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ പറയേണ്ട പേരുകളാണ് ലാൽ ദേദ് ഓഫ് കശ്മീർ, ബഹിനാബായി ഓഫ് മഹാരാഷ്ട്ര, അക്ക മഹാദേവി ഓഫ് കർണാടക ആൻഡ് ആണ്ടാൾ ആൻഡ് കാരക്കൽ അമ്മയാർ ഓഫ് തമിഴ്നാടു. ആണ്ടാൾ അതേപോലെ കാരക്കൽ അമ്മയാർ, ഈ രണ്ട് പേരുകൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള പേരുകളാണ്. എവിടെയാ പഠിച്ചതെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് നോക്കാം. ആൾവാർമാരെയും നായനാർമാരെയും നമ്മൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള രണ്ട് പേരുകളാണ് ആണ്ടാൾ, കാരക്കൽ അമ്മയാർ. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. ദി വുമൺ സെയിന്റ് ആണ്ടാൾ വാസ് വൺ ഓഫ് ദി ഫേമസ് വൈഷ്ണവൈറ്റ് സെയിന്റ്. അനദർ വുമൺ സെയിന്റ് കാരക്കൽ അമ്മയാർ വാസ് ശൈവൈറ്റ്. ശിവനെ ആരാധിച്ചിരുന്ന ആളാണ് കാരക്കൽ അമ്മയാർ. അതേപോലെ വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ആളാണ് ആണ്ടാൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പേരുകളാണ്. അപ്പൊ ഇവരൊക്കെ ഭക്തി പ്രസ്ഥാനത്തിൽ സജീവമായിട്ടുള്ള സ്ത്രീ സാന്നിധ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ഒരു റിസൾട്ട്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ, അതും കൂടി നമുക്ക് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസോട് കൂടി മനസ്സിലാക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. റിസൾട്ട്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. Even though the Bhakti movement evolved with the aim of dedication to God, it created certain qualitative changes in the Indian social system. അതായത് ഡെഡിക്കേഷൻ ടു ഗോഡ്, ഈശ്വരനിലേക്ക്, ദൈവത്തിലേക്ക് സമർപ്പിക്കുക എന്ന ആ ഒരു ലക്ഷ്യം വെച്ചാണ് എന്ത് ഭക്തി രൂപപ്പെട്ടത്. പക്ഷെ എന്നാലും ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില റിസൾട്ട്സ് ഈ ഭക്തി പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഡെഡിക്കേഷൻ ടു ഗോഡ്, ഈശ്വരാർപ്പണം, ദൈവത്തിലേക്ക് സമർപ്പിക്കുക, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയാണ് ഭക്തി പ്രസ്ഥാനം തുടങ്ങിയത്. എങ്കിലും ഒരുപാട് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് കൊണ്ടുവരാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ദി പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ഭക്തി കൾട്ട് through their words and songs maintained that everyone was equal in front of God. അതിൽപ്പെട്ട ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറയാം. എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആ കൊണ്ടുവന്നത് ഒന്ന് പറയുന്നു. ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ, ഓക്കെ, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ അവരുടെ പാട്ടുകളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ എന്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? മെയിൻറ്റെയിൻ ദാറ്റ് എവ്രി വൺ വാസ് ഈക്വൽ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഓക്കെ, ദൈവത്തിന് മുന്നിൽ, ഈശ്വരന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അവരുടെ വാക്കുകളിലൂടെയും അവരുടെ പാട്ടുകളിലൂടെയും ഒക്കെ ആര് പ്രചരിപ്പിച്ചിട്ടുണ്ട്? ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രൊപ്പഗേറ്റേഴ്സ്, പ്രചാരകര് പ്രചരിപ്പിച്ചു. അപ്പൊ അത് എന്തിന് കാരണമായിട്ടുണ്ട്? എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നാണ് നിരന്തരമായിട്ട് പല രൂപത്തിലും പല ആളുകളും രാജ്യത്തിന്റെ പല ഭാഗത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതെന്തിന് കാരണമായി? ദിസ് സ്ട്രെങ്തൻഡ് ദി കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി അഗൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതെന്തിന് കാരണമായി? നമ്മുടെ രാജ്യത്ത് ഒരു സോഷ്യൽ ഇക്വാളിറ്റി, സാമൂഹ്യ സമത്വം എന്ന ആശയം ശക്തിപ്പെടാൻ, വളർന്നു വരാൻ അത് കാരണമായി. അഗൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾക്കുപരിയായി ജാതിപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, വേർതിരിവുകൾ, വിവേചനങ്ങൾ, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സാമൂഹിക ഐക്യം, സോഷ്യൽ ഇക്വാളിറ്റി എന്നുള്ള ആശയം സമൂഹത്തിൽ രൂപപ്പെട്ടു വരാനും ശക്തിപ്പെട്ടു വരാനും ഒക്കെ കാരണമായി. ഓക്കെ, then the idea of gender equality also began to take shape. മറ്റൊരു പ്രത്യേകത പറയുന്നു, ഐഡിയ ഓഫ് ജെൻഡർ ഇക്വാളിറ്റി. എന്താ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ? സ്ത്രീ പുരുഷ സമത്വമാണ്. ഓക്കെ, സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള ആശയം രൂപപ്പെടാനും തുടങ്ങി. കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു ഭക്തി മൂവ്മെന്റിൽ ഇതാ നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള മീരാബായി, ലാൽ ദേദ്, ബഹിനാബായി, അക്ക മഹാദേവി, ആണ്ടാൾ, കാരക്കലമ്മയാർ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക് കൂടി അർഹമായ പ്രാതിനിധ്യം എവിടെ കൊടുത്തിട്ടുണ്ട്? ഭക്തി മൂവ്മെന്റിൽ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ദി ഐഡിയ ഓഫ് ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള ആശയം ഓൾസോ ബിഗാൻ ടു ടേക്ക് ഷേപ്പ്. സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു ആശയം കൂടി വളർന്ന് രൂപപ്പെട്ട് വരാൻ തുടങ്ങി. സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തുല്യരാണ് എന്നുള്ള ഒരു ആശയം കൂടി സമൂഹത്തിൽ ഉണ്ടാവാൻ എന്ത് കാരണമായിട്ടുണ്ട്? ദി വേർഡ്സ് ആൻഡ് സോങ്സ് ആൻഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകരുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ അങ്ങനെയുള്ള ഒരു ആശയം, ദി ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ള ഒരു ആശയം കൂടി സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സഹായകമായിട്ടുണ്ട്. പിന്നെ ദി ഐഡിയ ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി ഗോട്ട് വൈഡ് പോപ്പുലാരിറ്റി സിൻസ് ദി മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ലോ കാസ്റ്റ് പീപ്പിൾ ലൈക്ക് തിരുപ്പന ആൾവാർ, കബീർ ആൻഡ് ലാൽ ദേദ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്താ പറയുന്നത്? ദി ഐഡിയ ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി ഗോട്ട് വൈഡ് പോപ്പുലാരിറ്റി സിൻസ് ദി മൂവ്മെന്റ് വാസ്, അതായത് പിന്നെ സാമൂഹിക സമത്വം എന്നുള്ള സോഷ്യൽ ഇക്വാളിറ്റി, സാമൂഹ്യ സമത്വം എന്നുള്ള ആശയത്തിന് ഒരു വലിയ പ്രചാരം, വലിയ പോപ്പുലാരിറ്റി ഈ ഒരു കാലത്ത് ലഭിച്ചു. കാരണം ഈ ഭക്തി പ്രസ്ഥാനം പലപ്പോഴും നിയന്ത്രിച്ചത്, അല്ലെങ്കിൽ ഈ ഭക്തി പ്രസ്ഥാനത്തെ പലപ്പോഴും നയിച്ചിരുന്ന ചില ആളുകൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്. ഇവിടെ പറയുന്നു ലെഡ് ബൈ ദി ഭക്തി മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ലോ കാസ്റ്റ് പീപ്പിൾ ലൈക്ക് തിരുപ്പന ആൾവാർ, കബീർ, ലാൽ ദേദ് എക്സെട്ര. അപ്പൊ തിരുപ്പന ആൾവാർ, കബീർ, ലാൽ ദേദ് തുടങ്ങിയിട്ടുള്ള ലോ കാസ്റ്റിൽ വരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് പലപ്പോഴും ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് എന്തിനുള്ള ഒരു പ്രോത്സാഹനമാണ്? സോഷ്യൽ ഈക്വാളിറ്റി. ഏത് ജാതി ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഓക്കെ, എല്ലാവർക്കും എന്തുണ്ട്? ഒരു സോഷ്യൽ ഇക്വാളിറ്റി, ഒരു സാമൂഹിക സമത്വം അവിടെ ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള ഒരു ആശയം, സാമൂഹിക സമത്വം അല്ലെങ്കിൽ സോഷ്യൽ ഇക്വാളിറ്റി എന്നുള്ളൊരു ആശയം അങ്ങനെ സമൂഹത്തിൽ ഒന്നുകൂടി ഉയർന്നു വരാനും ശക്തിപ്പെടാനും ഒക്കെ അത് കാരണമായി. ഏത് കാരണമായി? ഈ ഭക്തി മൂവ്മെന്റിനെ ഇങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ പലപ്പോഴും നയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ഒരു സോഷ്യൽ ഇക്വാളിറ്റി സമൂഹത്തിൽ ഉണ്ടാവാൻ കാരണമായി. ഓക്കെ, താഴ്ന്ന ജാതി ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളായതുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്. അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കുക. ദെൻ മറ്റൊരു പോയിന്റ്, റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്ഡ്. പ്രാദേശിക ഭാഷകൾ വളർന്നു. കാരണം ഈ ഭക്തിയുടെ പ്രചാരകർ, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ, സന്യാസിമാർ ഓരോ പ്രദേശത്തും, രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടല്ലോ, ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അതേപോലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ നാട്ടിലുമുള്ള ഭക്തി പ്രചാരകര് ആ നാട്ടിലുള്ള ഭാഷകളിലാണ് അവരുടെ പാട്ടുകളും അവരുടെ മറ്റ് കൃതികളും ഒക്കെ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ നാട്ടിലെയും പ്രാദേശിക ഭാഷകൾ അതിലൂടെ വളരാൻ തുടങ്ങി. ഓക്കെ, റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്ഡ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു റിസൾട്ട് ആണത്. ദെൻ ഈവിൽ പ്രാക്ടീസസ് വർ ക്വസ്റ്റ്യൻഡ്. അനാചാരങ്ങൾ, സമൂഹത്തിലുള്ള മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെയുള്ള അനാചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. ഈവിൽ പ്രാക്ടീസസ് വർ ക്വസ്റ്റ്യൻഡ്. അനാചാരങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം നിങ്ങൾക്ക്. വാട്ട് ആർ ദി changes brought about by the Bhakti movement in the social system of India? ഭക്തി പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ സാമൂഹ്യ രംഗത്ത്, സാമൂഹിക വ്യവസ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? അതാണ് ചോദ്യം. അതിനുള്ള ആൻസർ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഇത്രയും ഭാഗങ്ങൾ. അപ്പൊ എത്ര മാർക്കിനാണോ ആ ചോദ്യം വരുന്നത് അതിനനുസരിച്ച് പോയിന്റുകൾ നമ്മൾ കൂട്ടിയും കുറച്ചും എഴുതാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. The propagators of Bhakti cult, through their words, songs, maintained that everyone was equal in front of God. ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് അവർ പ്രചരിപ്പിച്ചു. That strengthened the concept of social equality against caste discrimination. അതെന്തിന് കാരണമായി? ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾക്ക് മുകളിൽ ഒരു സാമൂഹിക സമത്വം എന്നൊരു ആശയം ശക്തിപ്പെടാൻ കാരണമായി. Idea of gender equality also began to take shape. സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള ആശയവും സമൂഹത്തിൽ ഉയർന്നു വന്നു. The idea of social equality got wide popularity since the movement was led by low caste people like തിരുപ്പന ആൾവാർ, കബീർ ആൻഡ് ലാൽ ദേദ്. അതായത് ജാതിയിൽ പിന്നോക്കക്കാരായിട്ടുള്ള തിരുപ്പന ആൾവാറും കബീറും ലാൽ ദേദും ഒക്കെ ഈ ഭക്തി പ്രസ്ഥാനത്തെ നയിച്ചപ്പോൾ സാമൂഹിക സമത്വം എന്ന ആശയത്തിന് പ്രചാരം ലഭിച്ചു. സോഷ്യൽ ഇക്വാളിറ്റി, സാമൂഹിക സമത്വം എന്ന ആശയത്തിന് പ്രചാരം ലഭിച്ചു. റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്ഡ്. പ്രാദേശിക ഭാഷകളൊക്കെ വികസിച്ചു. ഈവിൽ പ്രാക്ടീസസ് വർ ക്വസ്റ്റ്യൻഡ്.
അനാചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ഭക്തി പ്രസ്ഥാനം, ഭക്തി മൂവ്മെന്റ് നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തിൽ, സോഷ്യൽ സ്ഫിയറിൽ, സാമൂഹിക രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, അതിന്റെ ഫലങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തൽക്കാലം ഇതോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ.